ഹായ് ഫ്രണ്ട്സ്, ജാക്സിന ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് വന്നിട്ടുള്ള ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റ് ഇട്ടാണ്. അപ്പോൾ നമ്മളെ ലോഫ്റ്റിലുള്ള കുറച്ച് പ്രാവശ്യം നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് ഫണ്ടിൻ്റെ കുറച്ച് ഒരു അർജൻറ്റ് ഉണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഫുഡിൻ്റെ അസിനാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ജോഡി സെറ്റ് ചെയ്താലും അല്പം തീറ്റ ചിലവ് കൂടുതലാണ്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നമ്മളെ കയ്യിലുള്ള നമ്മളെ മെയിൻ പ്രാവുകളെയാണ്. കുറച്ച് ഫീമെയിൽസും കുറച്ച് മെയിൽസും ഉണ്ട്. അധികമൊന്നുമല്ല, കുറച്ച് അത്യാവശ്യം നല്ല ലൈനേജ് നല്ല ക്വാളിറ്റിയുള്ള പ്രാവാണ്. ചീപ്പ് റേറ്റിനൊന്നും അല്ല, അത്യാവശ്യം റേറ്റുണ്ട്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, നല്ല പ്രാവുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ നമ്മളെ നമ്പരും കൊടുത്തിരിക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം വീഡിയോ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നേരെ നമുക്ക് നമ്മളെ പ്രാവുകളെ കണ്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് മെയിൽ ബേർഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ തന്നെ വിരിഞ്ഞൊരു മെയിൻ പ്രാവിൻ്റെ ഒരു കുഞ്ഞാണ്. പാലക്കാട് ലൈനേജാണ്. അതിൻ്റെ മെയിൽ വന്നിട്ട് പാലക്കാടും, ഫീമെയിൽ നമ്മൾ ഓൺ ബ്രീഡിങ് ഉള്ള ഒരു ഫീമെയിലാണ്. അതിൻ്റെ ഇറങ്ങിയൊരു കുഞ്ഞാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മെയിലാണ്, വെള്ളക്കിളങ്കയിലാണ്, നല്ല അഡൽട്ട് മെയിലാണ്. ഇതിൻ്റെയും ഒരു ചാമ്പ ഫീമെയിൽ ഇട്ട് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് ഒരു കുഞ്ഞെടുത്ത് സബ്ജയിൽ അത്യാവശ്യം നല്ല രീതിക്ക് അത് പറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ മെയിൽ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത മെയിൽ. ഇത് വന്നിട്ടൊരു ചാമ്പ വഴി പ്രാവാണ്. ഇതിൻ്റെ മെയിൽ വന്നിട്ട് ഷായിൽ മെയിലും കാശ്മീരി ചാമ്പ ഫീമെയിലുമാണ്. അവിടെ ഒരു അഡൽട്ട് മെയിലാണ് സംഭവം. ഇതിൻ്റെ ഒരു കണ്ണ് വന്നിട്ട് ഉറുമ്പ്, കൊച്ചിലെ വിരിഞ്ഞിരുന്ന സമയത്ത് ഉറുമ്പ് കടിച്ച് അങ്ങനെ ഒരു കണ്ണ് പോയില്ല. കണ്ണ് കാണാനൊക്കെ പറ്റും. ചെറിയൊരു എൻ്റെ ചെറിയൊരു അടപ്പാറ്റുണ്ട്. അങ്ങനെ ഇരിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രീഡിങ്ങിന് പറ്റിയൊരു കിടിലം അഡൽട്ട് ഒരു മെയിലാണ്. ഇതുവരെ ഇതിനെ ബ്രീഡ് ചെയ്യിച്ചിട്ടില്ല. നമ്മുടെ ലോഫ്റ്റിൽ നിർത്താൻ വേണ്ടി വെട്ടി വെച്ച പ്രാവായിരുന്നു. നമ്മളെ റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു ടോപ്പ് ക്വാളിറ്റി ലൈനേജ് പറഞ്ഞ ഒരു മെയിലാണ്. അപ്പം ഇത് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പ്രാവ് എന്ന് പറയുന്നത്. സുർമാഗുല് റക്കുവള്ള കലാക്കണ്ണാണ്. ഒരു മെയിൽ പ്രാവാണ്, കൊച്ചു പ്രാവാണ്. ഏകദേശം ഒരു 5-6 കല്ലിയായി. നമ്മുടെ ലോഫ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെട്ടി വെച്ചൊരു പ്രാവായിരുന്നു. അപ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ ഒരു കുറച്ച് അർജൻറ്റായി നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ഇറങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. കോയമ്പത്തൂർ ലൈനാണ്. ഇതിൻ്റെ പേരൻറ്റ് മെയിൽ എന്നിട്ട് കോയമ്പത്തൂർ, ഫീമെയിലിൻ്റെ ഇവിടുത്തെ പ്രാവാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രാവാണ്. ഓക്കെ, അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ അടുത്ത പ്രാവ് എന്ന് പറയുന്നത്. നമ്മളെ ചാമ്പയിൽ നമ്മളെ മെയിൻ പ്രാവ് ഫീമെയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കൊടുക്കുകയാണ്. വേണ്ടവർ മെസ്സേജ് ഇടുക. നല്ലൊരു മെയിലൊക്കെ ഇട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നല്ല കിടിലം പറവായിരിക്കും. ഒരു അൺലിമിറ്റഡ് ലൈനേജ് പറഞ്ഞ ഒരു ഫീമെയിലാണ്. ഇതിന് ഡയറക്റ്റ് ഒരു കുഞ്ഞുണ്ട്, സെയിം ഇതേപോലെയാണ്. അപ്പോൾ അതും കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഫീമെയിൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ചാമ്പയുടെ ഡയറക്റ്റ് കുഞ്ഞാണ്. നമ്മളിതിൻ്റെ കൊച്ചിലെ വെട്ടി വെച്ച പ്രാവാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ഭയങ്കര വിരളിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫീമെയിൽ. നമ്മൾ ഇറങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നേരത്തെ കാണിച്ചതിൻ്റെ ഡയറക്റ്റ് കുഞ്ഞാണ്, ഫീമെയിൽ പ്രാവാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നല്ലൊരു ഫീമെയിലാണ്. ഇതൊക്കെ നല്ലൊരു മെയിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കിടുകാച്ച് പറവായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ. അപ്പം നമുക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫണ്ടിൻ്റെ കുറച്ച് അർജൻറ്റ് ആയതുകൊണ്ടാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത്. മെയിൻ പ്രാവുകളെ കുറച്ച് തരുമ്പോഴേ നമ്മൾ നല്ല പ്രാവെ തരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ പ്രാവിനെ കുറിച്ച് തരാമെന്ന് വെച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. ആണ് നമ്മുടെ അടുത്ത ഫീമെയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോയമ്പത്തൂർ പ്രാവാണ് കേട്ടോ. അപ്പം ഇതിനെ നമ്മൾ കൊടുക്കുകയാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് വരുന്നത്. നല്ല വെള്ളക്കലങ്കയിലും സബ്ജിയിലൊക്കെ നല്ല മെയിലിട്ട് കൊടുത്താൽ നല്ല കിടിലായിട്ട് കുഞ്ഞുങ്ങൾ പറക്കും. കാരണം നമ്മൾ അതനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവാണ് നമ്മളിത് വാങ്ങിച്ചത്. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ആണ് നമ്മൾ അടുത്തൊരു ഫീമെയിൽ എന്ന് പറയുന്നത്. നമ്മൾ ജാക്ക് റോക്കുള്ള സെറ്റിൽ മെയിൻ പ്രാവിൻ്റെ ഒരു കുഞ്ഞാണ്. നമ്മൾ കൊച്ചിലെ ബ്രീഡിങ്ങിന് വേണ്ടി വെട്ടിവെച്ച പ്രാവാണ്. അപ്പോൾ നമ്മൾ അർജൻറ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, കണ്ണും പൊട്ടിയെടുത്ത് കുഞ്ഞുങ്ങൾ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയാണ്. ഒരു 15+ അതനുസരിച്ച് കുഞ്ഞുങ്ങൾ പറക്കും. പറന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കും. ഏത് പ്രാവ് നമ്മൾ തരണ പ്രാവ് ഏതായാലും നമ്മൾ റിട്ടേൺ എടുക്കും. കാരണം നമ്മളെ മെയിൻ പ്രാവിലാണ് നമ്മളിപ്പോൾ തരുന്നത്. നിങ്ങൾ അത്രയും ഗ്യാരണ്ടിയോടെ തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. ഓക്കെ, അപ്പം ജാക്ക് റോക്കുള്ളതിൽ കലാകണ്ടിലാണ്. ഓക്കെ, അപ്പം അടുത്ത പ്രാവിനെ കാണാം. അപ്പോൾ ഇതൊരു ഫീമെയിലാണ് കേട്ടോ. സബ്ജ കയറ ശബ്ദ ഷായിൽ എന്നൊക്കെ പറയും. കലാകണ്ടിലാണ്. കുറച്ച് തലയിൽ കൊത്തൊക്കെ കിട്ടിയതുകൊണ്ടാണ് മുടി അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഫീമെയിൽസും മെയിൽസൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയൊക്കെയാണ് ഇരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് 5-6 കുത്തൊക്കെ കൊണ്ട് അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫീമെയിലാണ്. ഓക്കെ, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കണ്ട പ്രാവുകളാണ് സെയിലിനുള്ളത്. എല്ലാം ഒന്നിനൊന്ന് വെച്ചോണ് നമ്മുടെ ലോഫ്റ്റിലുള്ള മെയിൻ പ്രാവുകള കുഞ്ഞുങ്ങളും മെയിൻ പ്രാവുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രാവാണോ ഇഷ്ടപ്പെട്ടത് ആ പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കതിൽ സംസാരിക്കാം. അപ്പം ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ